തൃശൂർ പൂങ്കുന്നത്ത് വീട്ടിൽ നിന്ന് 2 ദിവസത്തിനിടെ പിടികൂടിയത് പെരുമ്പാമ്പിൻ്റെ 18 കുഞ്ഞുങ്ങളെ. പൂങ്കുന്നത്തെ കാർത്തികും കുടുംബവും വളരെ ആശങ്കയിലാണിപ്പോൾ. ശ്രീജിത്ത് ശ്രീകുമാരൻ പൂങ്കുന്നത്ത് നിന്ന് ചേരുന്നു. പറയൂ ശ്രീജിത്ത്, എൻ്റെ പൊന്നെ, ഇതെന്തായി കാണുന്നത്? പറയൂ. അല്പസമയം മുൻപ് 2 ദിവസമായാണ് ഇത്തരത്തിൽ പെരുമ്പാമ്പിൻ കുഞ്ഞുങ്ങളെ പിടികൂടുന്നത്. എന്തായാലും ഈ വീടിന് പുറത്ത് ഇങ്ങനെ പോകുന്നത് കണ്ടതാണ്. സംശയം തോന്നി നാട്ടുകാർ ഒരു പരിശോധന നടത്തി. അപ്പോൾ ഇത് എവിടെ നിന്നാണ് പോകുന്നതെന്ന് വീട്ടുകാർക്ക് മനസ്സിലാവുകയായിരുന്നു. എന്തായാലും പൂങ്കുന്ന സ്വദേശി കാർത്തിക് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വീടാണ്. ആ കാർത്തിക്കിൻ്റെ വീട്ടിൽ നിന്നാണ് ഇപ്പോൾ പെരുമ്പാമ്പിൻ കുഞ്ഞുങ്ങളെല്ലാം തന്നെ പിടികൂടി ഇവിടേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു കവറിലേക്ക്, ഇത്തരത്തിലൊരു ചാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മോടൊപ്പം കാർത്തിക് തന്നെ ചേരുന്നുണ്ട്. ഇത് എപ്പോഴായിരുന്നു ചേട്ടാ സംഭവം? മിനിഞ്ഞാന്നോട്ടാണ് കണ്ടു തുടങ്ങിയത്. മിനിഞ്ഞാന്ന് രാവിലെ തൊട്ട് കണ്ടു തുടങ്ങിയതാണ്. രാത്രി 8 മണിയാകുമ്പോഴാണ് ഈ സാധനം പുറത്തേക്ക് വരണത്. അപ്പം അതിൻ്റെ അവിടെ ഗേറ്റുമേ ആ തറയുടെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഇഴഞ്ഞ് വരും. വരണനുസരിച്ച് പിടിച്ചിട്ടാണ് ഇപ്പോൾ മൊത്തം 12 കിട്ടിയത്. പിന്നെ ഫോറസ്റ്റ് റെസ്ക്യൂ സാർമാർ വരും, അവരിത് കൊണ്ടുപോകും. അപ്പോൾ വണ്ടിയുടെ സീറ്റൊന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ് പൊതുവെ ഈ പ്രദേശത്ത്. പാടം ഉൾപ്പെടെയുള്ള മേഖലയാണല്ലേ? പാടവും സൈഡിൽ തോടുണ്ടല്ലോ. അപ്പോൾ തോടിൻ്റെ തറയുടെ അടിയിൽ കൂടെ കയറി വരുന്ന പറയണേ. അപ്പോൾ ചിലപ്പോൾ വന്ന് മുട്ടയിട്ട് പോയിണ്ടാവും. ആ മുട്ട വിരിയുമ്പോഴാണ് ഇത് വരുന്നതാണ് സാറുമാർ പറഞ്ഞത്. എന്താണ് സാറേ ഇതിനൊരു ശാസ്ത്രീയ വശം അങ്ങനെ കൂടുതൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ? കൂടുതൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഫുള്ള് പൊള്ളയാ, പൊത്ത് കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ പൊളിച്ചോക്കിയാലേ അറിയുള്ളൂ ഇനി ഉണ്ടോ ഇല്ലയെന്ന്. പേടിച്ചോ? നിങ്ങളുടെ വണ്ടിയിലായിരുന്നു? വണ്ടി തുറന്നപ്പോഴാണ് രാവിലെ മോളെ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടി വണ്ടി തുറന്നപ്പോഴാണ് ആ പാമ്പിനെ കണ്ടത്. പെട്ടെന്ന് കണ്ട് പേടിച്ചു. അതിനെ ആ സീറ്റിന്റെ അടിയിൽ അതിന്റെ ഉള്ളിൽ പെട്ടെന്ന് പേടിച്ചു പോയി. ഞാൻ തലയിറങ്ങി വീണു, തല ചുറ്റി വീണു. ഈ പാമ്പിനെ ഇങ്ങനെ ചാക്കിലൊക്കെ കെട്ടി തുണിയിലൊക്കെ പൊതിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവരുടെ വീടിന് പുറകുവശം ഇതുപോലെ പൂർണ്ണമായ രീതിയിൽ ഇതൊക്കെ പൊളിച്ചാണ് ഈ പ്രദേശത്തെ പരിശോധനയൊക്കെ നടത്തിയിട്ടാണ് ഇത്തരത്തിൽ പാമ്പുകളെ എടുത്തിരിക്കുന്നത്. ഇനിയും പാമ്പുകൾ ഉണ്ടാകാം. കാരണം കേവലം 18 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനിയും ഉണ്ടാകുമോ എന്നൊരു സംശയം ഈ നാട്ടുകാർക്കൊക്കെ ഉണ്ട്. അതാണ്ടോ ഈ പ്രദേശത്ത് തൊട്ട് പിൻഭാഗത്ത് സൈഡിൽ തോടാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലൂടെ കയറി വന്ന് മുട്ടയിട്ട് പോയതായിരിക്കുമോ എന്നൊരു സംശയമാണ് ഇപ്പോൾ നാട്ടുകാർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കൂടുതൽ പരിശോധനകൾ വനവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഈ മേഖലയിൽ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അവരുടെ പരിശോധന തുടരുകയാണ്. ഇപ്പോൾ കിട്ടിയ 18 പാമ്പിൻ കുഞ്ഞുങ്ങളെയും ഇനി മാറ്റാൻ ഇവിടെ നിന്ന് ഈ പ്രദേശത്ത് നിന്ന് മാറ്റുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.